ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിഫൂസ് കുക്കിംഗ് ചാനൽ. വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബീട്രൂട്ടും ഏത്തക്കായയും കൊണ്ടുള്ള നല്ല അടിപൊളി തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഈ രണ്ടെണ്ണത്തിലും ധാരാളം വിറ്റമിൻസും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചക്കായും ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. അതും ഞാൻ നെടുകെ കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതൊരു പാൻ വെച്ച് കൊടുക്കുന്നു. ഇനി പാൻ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം കടുക് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കായക്കും ബീട്രൂട്ടിനൊക്കെ വേവ് കുറച്ചുള്ളത് കൊണ്ടിട്ട് തന്നെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബീട്രൂട്ടും ക്യാരറ്റും കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കായും ക്യാരറ്റും കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ആവരുത് കേട്ടോ. ഇതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെ അടച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം കേട്ടോ തുറന്ന് നോക്കിയത്. നമ്മുടെ ബീട്രൂട്ടും പച്ചക്കായൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിന്നൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ആയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ തേങ്ങയിൽ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകമൊക്കെ ചേർത്ത് കണ്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് തന്നെ നല്ല രുചിയാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇത്രയും ആയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇങ്ങനെ ഒരു 2 മിനിറ്റ് നേരം വേവിച്ചാൽ മതിയാവും കേട്ടോ. അപ്പം ഞാനിത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമ്മുടെ ബീട്രൂട്ടും പച്ചക്കായും കൊണ്ടുള്ള അടിപൊളി തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ ഇത്. ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടി ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ആ വീഡിയോ പോയിട്ട് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കാനായിട്ടൊന്ന് ശ്രമിക്കുക.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.